LDF-ന് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആ അടിസ്ഥാനപരമായ വസ്തുത അവിടെ ബാക്കി നിൽക്കില്ലേ? അഭിലാഷ, പല കാരണങ്ങളുണ്ട് അഭിലാഷേ. മതേതരം എന്ന് നമുക്ക് സാമാന്യനെ വിവക്ഷിക്കാമെങ്കിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെക്കുറിച്ച് നമ്മൾ കാണണം. മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ വളരെ ഊർജ്ജസ്വലതയുള്ള ഒരു പാർട്ടിയാണ്. വളരെ ശക്തമായ പ്രവർത്തനം, വളരെ കേഡർ സ്വഭാവമുള്ള അണികൾ, ആത്മാർത്ഥതയുള്ള അണികൾ, അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി നടക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ആ ലീഗിന്റെ അണികൾ ഇന്ന് അവരുടെ ആഹ്ലാദ പ്രകടനം നോക്കിക്കേ, എന്ത് ആത്മാർത്ഥമായിട്ടാണ് അവരുടെ ഇടപെടലും നോക്കിക്കേ. അത് അവരുടെ കഴിഞ്ഞ കുറെ നാളത്തെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലം കണ്ടപ്പോഴുള്ള ഒരു സന്തോഷ പ്രകടനമാണത്. അതിന്റെ അകത്ത് ആ പാർട്ടിയുടെ കെട്ടുറപ്പ്, അതിന്റെ അകത്തെ ഐക്യം വളരെ വ്യക്തമാണ്. പിന്നീട് രണ്ടാമത് നല്ല നേതൃത്വമുള്ള പാർട്ടിയാണ് ലീഗ്. മൂന്നാമത്തെ കാര്യം നല്ല യുവജന നേതാക്കൾ, നല്ല വിദ്യാർത്ഥി നേതാക്കൾ. കേരളത്തിലെ എല്ലാ സംഘടനകളെയും അപേക്ഷിച്ച് മെച്ചപ്പെട്ട യുവജന വിദ്യാർത്ഥി നേതാക്കളുള്ള സംഘടനയാണ് മുസ്ലിം ലീഗിന്റേത് എന്നും കൂടി ഓർക്കണം. പിന്നീട് അതിന്റെ ഗൾഫിലുള്ള ഘടകങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇനി ഒരു കാര്യം, ഇനി മതേതരത്വത്തെക്കുറിച്ച്. മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സമുദായം അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഇടപെടുന്നത് അങ്ങേയറ്റം സൗഹാർദ്ദപരമായി സമവായത്തിന്റെയും സഹായത്തിന്റെയും ഭാഷയിൽ ആണ് മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളോട് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ഇടപെടുന്ന. അഭിലാഷ്, നമ്മളത് പുറത്തുനിന്ന്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വർത്താനം പറയുകയാണ്. എനിക്ക് പല സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇപ്പോഴും അവിടെ പോകുന്നതാണ്. നമുക്കറിയാം അവിടുത്തെ ആ സൗഹാർദ്ദം. ആ സൗഹാർദ്ദമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കേണ്ടത്. ആ മാതൃകയാണ് ഇന്ത്യയിൽ BJP-യെ പോലെയുള്ള വലിയ പാർട്ടികൾ, സംഘപരിവാർ നേതാക്കന്മാർ ഉൾക്കൊള്ളേണ്ട സന്ദേശം അതാണ്. ആ സന്ദേശത്തിന്റെ ആകുത്തുകയാണ് ഇന്നത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം. അതിനകത്ത് മതേതരത്വമുണ്ട്, മതസൗഹാർദ്ദമുണ്ട്, അങ്ങേയറ്റത്തെ ജനാധിപത്യവുമുണ്ട്. അഭിലാഷ്, അത് ശരിയാണ്. ശ്രീ മായൻ ഹാജി, അങ്ങനെ ഒരു മാതൃകയും പാരമ്പര്യവും ഒക്കെ ഉള്ളപ്പോഴും നിങ്ങൾ എന്താണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ആക്കിയത്? ഞങ്ങൾ ബീഫിന്റെ കാര്യം പറഞ്ഞില്ല, അസഹിഷ്ണുതയുടെ കാര്യം പറഞ്ഞില്ല, യോഗി ആദിത്യനാഥിന്റെ കാര്യം പറഞ്ഞില്ല, ഇടതുപക്ഷത്തെ പോലെ എന്ന് പറയുമ്പോഴും കൊടിഞ്ഞി ഫൈസലിന്റെ പ്രതികളെ ആരെങ്കിലും ഈ സർക്കാർ സംരക്ഷിച്ചിട്ടുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്തില്ലേ? റിയാസ് മൗലവിയെ കൊന്ന 3 ദിവസത്തിനുള്ളിൽ പ്രതികളെയൊക്കെ പിടിച്ചില്ലേ? UAPA കുറെ പേർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതൊക്കെ പുനഃപരിശോധിക്കാൻ DGP-യോട് മുഖ്യമന്ത്രി തീരുമാനിക്കുകയും ചെയ്തതാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനപ്രകാരം. അപ്പൊ പിന്നെ ഈ ഇല്ലാത്ത കാര്യം, കറുത്ത മുറിയിൽ ഇരുട്ടുപൂച്ചയെ തിരയുന്നത് മാതിരി ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചത് എന്തിനാണ്?